ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ICUവിൽ. ആരോഗ്യമന്ത്രിക്ക് ക്ഷതമുണ്ടോ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലും രണ്ടു പക്ഷം. മലയാളിയെ ബാധിച്ചിരിക്കുന്ന മാരകവും നികൃഷ്ടവുമായ പക്ഷം പിടിക്കൽ രോഗം തിരിച്ചറിയാൻ പറ്റിയ ഒന്നാന്തരം അവസരമാണിത്. മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടത് പോലീസ്. ക്ഷതമേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ച് വ്യക്തമാക്കേണ്ടത് ഇവിടുത്തെ ആശുപത്രി സംവിധാനവും. ഈ രണ്ട് സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം നേരിട്ട് ഉറപ്പാക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് പോലീസും ആരോഗ്യവകുപ്പും. ഇത് രണ്ടും തകർന്നാൽ നമ്മുടെ ജീവൻ അപകടത്തിൽ. അത് ഈ സിസ്റ്റങ്ങളുടെ വിശ്വാസ്യതയിലായാലും കാര്യശേഷിയിലായാലും. എന്തു തന്നെയാണെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ. 35 പോലീസുകാരുടെ സംരക്ഷണം ഉണ്ടായിട്ടും വെറും കരിങ്കൊടിയുമായിട്ട് വന്ന 5 പേരിൽ നിന്ന് നമ്മുടെ മന്ത്രിയെ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത പോലീസാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവന്റെ ഉറപ്പെന്ത് എന്ന വലിയ ചോദ്യം ഉയരുന്നു. ഈ സിസ്റ്റങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണോ അതോ നശിക്കുകയാണോ? നശിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നശിക്കപ്പെടുന്നു എന്നും തിരിച്ചറിയാൻ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ കിടക്കലായ സംഭവത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും.